ത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാളെ വിശുദ്ധ മോറോൻ കൂദാശ ചെയ്യാണ് പരിശുദ്ധ സഭ. അത് വളരെ ഒരുക്കത്തോടും സമർപ്പണത്തോടും ചെയ്യുന്ന ഒരു കൂദാശയാണ്. 50 നോമ്പ് ചെയ്യുന്നതിൻ്റെ പ്രത്യേക കാരണം അത് തന്നെയാണ്. സംബന്ധിക്കുന്നവരും കാർമ്മികത്വം വഹിക്കുന്നവരും എല്ലാം നല്ല ഒരുക്കത്തോടും സമർപ്പണത്തോടും ചെയ്യുന്നു. ഈ മോറോന്റെ കൂട്ടെന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൽ അതിൻ്റെ കൂട്ട് പറയുന്നു. അതുപോലെ ഒന്നും ആരും ഉണ്ടാക്കരുതെന്ന് പറയുന്നു. യഹോവ ദൈവത്തിൻ്റെ ചിട്ടയാണ്, ഇന്നതൊക്കെ വേണമെന്നൊക്കെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. അതനുസരിച്ച് തൈലക്കാരൻ്റെ വിധിപ്രകാരം ചെയ്യാനും പറയുന്നു. അത് വേറൊരാൾ ഉപയോഗിക്കരുതെന്ന് പറയും. അതിന് ഉപയോഗം എന്താണെന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നു അഹ്റോനെയും മക്കളെയും അഭിഷേകം ചെയ്യുവാനായിട്ട് എന്ന് പറയുന്നു. മാത്രമല്ല 1 ശമൂവേൽ 10-ാം അധ്യായം നാം വായിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ശമൂവേൽ പ്രവാചകൻ തൈലപാത്രം എടുത്ത് ശൗലിൻ്റെ തലയിൽ ഒഴിച്ചിട്ട് പറയുന്നു, ഇത് തലയിൽ ഒഴിച്ചതിനാൽ യഹോവ നിന്നെ തൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവാക്കി തീർത്തിരിക്കുന്നു. 16-ാം അധ്യായത്തിൽ അതുണ്ട്. ഈ ശൗലിനെ തള്ളിക്കളഞ്ഞു കഴിയുമ്പോൾ ദാവീദിനെ തിരഞ്ഞെടുത്ത് അവൻ്റെ തലയിലും ഇത് തന്നെ ഒഴിക്കുന്നു. അപ്പോൾ ഒരു വലിയ വ്യത്യാസം ഇവരിൽ കാണും. ഒത്തിരി അന്തരം അവരുടെ ജീവിതത്തിൽ ഈ ആത്മാവ് വന്ന് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ അഭിഷേക തൈലമാണ് കുഞ്ഞുങ്ങളെ മാമോസ്മക്കളും പുതിയ ക്രിസ്ത്യാനികളായി വരുന്നവരെ മാമോസ്മക്കളും പൂശുന്നത്. എന്ന് പറഞ്ഞുകൊണ്ടാ യഹോവ തൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായി മഹാപുരോഹിത രാജകീയ പുരോഹിത വർഗത്തിലേക്ക് വിളിച്ച് ചേർക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടി മാത്രമല്ല, പള്ളികൂദാശ അനേക കാര്യങ്ങൾക്ക് വിശുദ്ധ മോറോൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ വിശുദ്ധ മോറോൻ്റെ കൂദാശയും സമർപ്പണവും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ചൊല്ലുവിളിക്കനുസൃതമായി എല്ലാവരും താഴ്മയോട് ദൈവത്തിൻ്റെ അടുത്ത് വന്നെന്ന് അനുഗ്രഹം പ്രാപിച്ച് പോകുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്കിയെടുക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.